ഷുക്കൂറിന്റെ സഹോദരൻ ദാവൂദ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ദാവൂദ്, കേൾക്കാമല്ലോ? ഈ കോടതി ഉത്തരവ് ഒരു അവസാന വാക്കല്ല എന്നും ഇനിയും നിയമ പോരാട്ടം തുടരും എന്നുമാണ് പി ജയരാജനും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചും ഇനി കോടതിയാണല്ലോ പ്രതീക്ഷ. ഇന്നത്തെ ഉത്തരവ് നിങ്ങൾക്ക് എത്രത്തോളം ആത്മവിശ്വാസം നൽകുന്നുണ്ട് ഈ കേസിൽ? ആത്മവിശ്വാസത്തിൻ്റെതല്ല, പിന്നെ ഇനി പി ജയരാജനും ടി വി രാജേഷും ഒരുപക്ഷെ ഹൈക്കോടതിയിൽ പോകും. അവിടെയും ഞങ്ങൾ ഇംപ്ലീഡിംഗ് പെറ്റീഷൻ കൊടുക്കും. സുപ്രീം കോടതി വരെ അവർ പോയേക്കാം. പക്ഷേ എവിടെ പോയാലും ഈ കേസിന്റെ അവസാനം വരെ ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഇത് ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ പാർട്ടിയും എടുത്ത പ്രതിജ്ഞയാണ്. ഇത് കേവലം ഷുക്കൂറിന്റെ വിഷയമല്ല. കേരളത്തിൽ നിന്ന് കൊലപാതക രാഷ്ട്രീയം എന്നേക്കുമായി ഇല്ലാതാക്കണമെങ്കിൽ ഇത് ഒരു കാരണമാവണം. ഷുമിനെ കൊല്ലപ്പെട്ടു, ശരത് ലാൽ കൊല്ലപ്പെട്ടു, അതുപോലെ കൃപേഷ് കൊല്ലപ്പെട്ടു, ഷുക്കൂറിന് ശേഷം ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടു. ഇങ്ങനെ ഒരു കൊലപാതകത്തിന്റെ ഒരു പരമ്പരയായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. ആ പരമ്പര ഇനി ഒരമ്മയ്ക്കും, ഞങ്ങൾ അനുഭവിക്കുന്നത് പോലെയുള്ള വേദന ഇനി ഒരമ്മയ്ക്കും ഒരു സഹോദരനും ഒരു ഭാര്യയ്ക്കും ഉണ്ടാവരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പോരാട്ടം കൊണ്ട് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതിൽ അവസാനം വരെ ഏത് കോടതിയിലും, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ ഞങ്ങൾ പോയിട്ടാണ് CBI എൻക്വയറി നേടിയെടുത്തത്. അതുപോലെ ഇതിൽ കൊല്ലിച്ചവരെ ശിക്ഷിക്കാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ പോവേണ്ടി വന്നാലും വീണ്ടും ഞങ്ങൾ പോവും. അതിന്റെ കൂടെ ഞങ്ങളുടെ പാർട്ടി ഉണ്ടാവും. കേരളത്തിലെ പൊതുജനങ്ങൾ, കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെ തന്നെ CPM-നകത്തെ കൊലപാതക രാഷ്ട്രീയത്തെ എതിർക്കുന്നവർ പോലും മാനസികമായിട്ട് ഞങ്ങളെ പിന്തുണയ്ക്കും എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ കേട്ടറിവും പറഞ്ഞറിവും അല്ലാതെ ഈ നേതാക്കൾക്ക് ഇതിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും ഉറച്ചു വിശ്വസിക്കുന്നു? കാരണം ബഹുമാനപ്പെട്ട CBI എൻക്വയറിയിൽ അത് വളരെ പ്രശ്നമായിട്ട് കണ്ടെത്തിയ കാര്യമാണ്. കാരണം എന്താ വെച്ചാല്, ഷുക്കൂർ കൊല്ലപ്പെടുന്നതിന് 2 മണിക്കൂറോളം ഷുക്കൂറിനെയും സുഹൃത്തുക്കളെയും ബന്ദികളാക്കിയിട്ട് CPM പ്രവർത്തകർ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ കിടക്കുന്ന ജയരാജനെ വിളിച്ച് ഉറപ്പിച്ചിട്ടാണ് ഷുക്കൂറിനെ കൊന്നത്. കണ്ണപുരം പഞ്ചായത്തിലെ കീഴറ എന്ന പ്രദേശത്തെ സാധാരണ CPM പ്രവർത്തകർക്ക് ഷുക്കൂറിനെ കൊല്ലേണ്ട ആവശ്യമില്ല. ഷുക്കൂറിനെ അവർ കൊല്ലില്ല. മുകളിൽ നിന്നൊരാളുടെ നിർബന്ധം അതിൻ്റെ അകത്തുണ്ടായിട്ടുണ്ട്. ആ CPM-ന് അടക്കം അറിയാം. ജയരാജന്റെ പങ്ക് CPM-ന് അടക്കം അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പോരാട്ടത്തിൽ നിന്നത്. മറ്റൊരു കാര്യം, 2012 ഷുക്കൂർ കൊല്ലപ്പെട്ട് 8 ദിവസം കഴിയുന്നതിന് മുമ്പ് തളിപ്പറമ്പിൽ CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന ജയരാജൻ പ്രസംഗം നടത്തിയിരുന്നു. ഞാൻ കേട്ട പ്രസംഗമാണത്. അതിൽ ഇദ്ദേഹം പറയുന്നത്, ഒരധ്യാപകനെ ഞങ്ങൾ സ്കൂളിൽ കയറി കൊലപ്പെടുത്തിയിട്ട് ആ കൊലപാതകത്തിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് പ്രതികളെ രക്ഷിച്ച പാരമ്പര്യമുള്ള പാർട്ടിയാണെന്ന് ജയരാജൻ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. ആ ജയരാജനെ നിയമവ്യവസ്ഥയിലേക്ക് കൊണ്ടുവരേണ്ടത് കേരള മനസാക്ഷി ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ ഞങ്ങൾ മുന്നിലുണ്ടാവും. ദാവൂദ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പി ജയരാജൻ ഇപ്പോൾ വേറെ രൂപത്തിലാണല്ലോ ഇപ്പോൾ രാഷ്ട്രീയമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അത്തരം വാർത്തകൾ നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പോൾ ജയരാജൻ ഒരു പുസ്തകം എഴുതി, ആ പുസ്തകം പുറത്തിറങ്ങാനിരിക്കുകയാണ്. കണ്ണൂരിൽ വലിയ രീതിയിൽ യുവാക്കൾ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അത് ഇസ്ലാം രാഷ്ട്രം, മുസ്ലിം രാഷ്ട്രം, മതരാഷ്ട്രം ആഗ്രഹിക്കുന്നവരുടെ ഒരു വലിയ രൂപത്തിലുള്ള ഒരു സ്വാധീനം അവിടെ യുവാക്കൾക്കിടയിൽ ഉണ്ട് എന്നത് ആശങ്കയായി അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം വരാനിരിക്കുകയാണ്. ആ പുസ്തകരചനയെ കുറിച്ച് എന്താണ് ഈ ഘട്ടത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? ദാവൂദ്, ഇതില് പി ജയരാജന്റെ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ, ഒരു മുസ്ലിം യുവാക്കൾ തീവ്രവാദത്തിലേക്ക് അടുക്കുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ സംഘ് പരിവാറിനെ തൃപ്തിപ്പെടുത്തേണ്ട ബാധ്യതയും കടമയും ജയരാജനുണ്ട്. എന്തുകൊണ്ടെന്നാൽ കതിരൂർ മനോജ് വധക്കേസിൽ RSS ജില്ലാ കാര്യവാഹമായിരുന്ന കതിരൂർ മനോജ് വധക്കേസിൽ ജയരാജൻ വിചാരണ നേരിടുന്ന ഒരു സ്റ്റേജിലാണ്. അപ്പോൾ
RSSനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് കതിരൂർ മനോജ് വധക്കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഇപ്പൊ ജയരാജൻ നടത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരു RSSുമായിട്ട് ഒരു കോംപ്രമൈസ് മോഡിലേക്ക് ജയരാജൻ മാറുകയാണ്. CPM എല്ലാ നേതാക്കളും അത്തരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. പക്ഷെ ജയരാജനും ആ തരത്തിലേക്ക് മാറുന്ന സൂചന കതിരൂർ മനോജ് വധക്കേസിൽ വിചാരണ നേരിടുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ രക്ഷപ്പെടാമെന്നുള്ള ഒരു തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദാവൂദ്, പക്ഷേ RSSകാരാൽ ആക്രമിക്കപ്പെട്ട രാഷ്ട്രീയ നേതാവ് കൂടിയാണല്ലോ പി ജയരാജൻ. അദ്ദേഹത്തിന് കയ്യിന് വെട്ടേറ്റതൊക്കെ താങ്കൾക്കും അറിയാമല്ലോ. അപ്പോൾ RSSുമായി ഒരു ഒത്തുതീർപ്പിന് പി ജയരാജനെ പോലെ ഒരാൾ പോകുമെന്ന് കരുതാമോ? ഞാൻ അതിനെ കുറിച്ച് ഞാൻ എല്ലാ CPM നേതാക്കളെയും കുറ്റം പറയുന്നില്ല. ജയരാജന് ഒരു മാനസിക വിഭ്രാന്തിയുണ്ട്. തനിക്ക് അക്രമം നേരിട്ടത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു മാനസിക വിഭ്രാന്തിയുണ്ട്. അക്രമം നേരിട്ട് അദ്ദേഹത്തിന് ജീവശവമായി തിരിച്ചു വന്നതുകൊണ്ട് സമൂഹത്തോട് അദ്ദേഹത്തിന് പക വെച്ച് നടക്കാണ്. ആ പകയുടെ ഇരയാണ് ഞങ്ങളെപ്പോലെയുള്ളത്. നേരത്തെ റിജിൽ മാക്കുറ്റി സൂചിപ്പിച്ചതുപോലെ ഷുഹൈബ് കൊലപാതകം, കൃപേഷ് കൊലപാതകം, ഇതിനൊക്കെ പിന്നിൽ അദ്ദേഹത്തിന്റെ പങ്ക് കേരളം സംശയിക്കുന്നു. ഷുഹൈബ് വധക്കേസ് ആകാശ് തില്ലങ്കേരി ജയരാജന്റെ സന്തത സഹചാരിയാണ്. അദ്ദേഹം അറിയാതെ ആകാശ് തില്ലങ്കേരി ചെയ്യില്ല എന്ന് ഇവിടെ സൂചിപ്പിച്ചു. അത് സത്യമാണെന്നാണ് ഞാൻ എനിക്ക് വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരു വിഭ്രാന്തിയുണ്ട്. CPMന്റെ എല്ലാ നേതാക്കളിലും കാണാതെ നല്ല CPM നേതാക്കൾ കണ്ണൂർ ജില്ലയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നയാളാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു വിഭ്രാന്തി ഉണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം മാറി എന്ന് പലരും പറയുന്നു. മാറട്ടെ, മാറണം, സമൂഹത്തിന് നന്മ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. നിയമപരമായിട്ടുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ആ പോരാട്ടത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഇതുവരെ ഞങ്ങളോടൊപ്പം നിന്നതിൽ എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ദാവൂദ്, അതായത് പി ജയരാജനും TV രാജേഷും ശിക്ഷിക്കപ്പെടണം, ജയിലിൽ അടയ്ക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ അന്തിമമായി ആഗ്രഹിക്കുന്നത്, അല്ലേ? ഇതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ്. ഞങ്ങൾക്ക് കോടതിയെ വിശ്വാസമാണ്. കോടതിയെ മാത്രമാണ് ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ. കോടതിയിൽ നിന്ന് നീതി കിട്ടും. അതുകൊണ്ടാണ് കഴിഞ്ഞ 13 വർഷമായി സെഷൻസ് കോടതി മുതൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ നിരന്തരം ഞങ്ങൾ കേസുമായി മുന്നോട്ട് പോയത്. അത് ഞങ്ങളുടെ പാർട്ടി കൂടിയുണ്ട്. ബഹുമാനപ്പെട്ട ഷാ വക്കീലാണ് ഞങ്ങൾക്ക് വേണ്ടി CBI കോടതിയിൽ ഹാജരായത്. അതിനു മുമ്പ് മറ്റു വക്കീലായിരുന്നു. ഇനി പോരാട്ടം പാർട്ടിയുടെ കൂടി ഇത് ഞങ്ങൾക്ക് നേരത്തെ പിന്തുണയുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ഞങ്ങൾ വിജിലന്റ് ആയിട്ട് നടത്തുമെന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ടി അത് ഏറ്റെടുക്കും. അതോടൊപ്പം ഞങ്ങളും ഉണ്ട്. ഇതോടൊപ്പം കേരളത്തിലെ മനസാക്ഷി അമ്മമാര്, സഹോദരിമാർ, കൊലപാതക രാഷ്ട്രീയം അവസാനിക്കണം എന്നാഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങളെ സോഷ്യൽ മീഡിയയിലും വരുന്ന മെസ്സേജുകൾ, വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ, ഫോൺ വിളികൾ, വിദേശത്തുനിന്ന് വരുന്നത്, അത് രാഷ്ട്രീയം, മതം എല്ലാത്തിനും അപ്പുറത്താണ്. അത് ഞങ്ങൾക്ക് നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ്. CPM പ്രവർത്തകർ പോലും ഇദ്ദേഹത്തിനെതിരെ നിങ്ങൾ നിയമ പോരാട്ടം നടത്തണം എന്ന് പറയുന്നവരുണ്ട്. അതിൽ പേര് പറയാതെ CPM നേതാക്കൾ പോലും ഉണ്ട്. അത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. ദാവൂദ്, ഷുക്കൂർ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എത്ര വയസ്സുണ്ടാകുമായിരുന്നു? 88 ജനിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും 32 വയസ്സോളം ഷുക്കൂറിന് ഉണ്ടാവാം. ഷുക്കൂർ ഡിഗ്രി കഴിഞ്ഞതാണ്. ആ സമയത്ത് ഡിഗ്രി കഴിഞ്ഞ ഒരു സമയത്തായിരുന്നു സംഭവം. എന്താകണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ അന്ന് പറഞ്ഞിരുന്നോ? പുള്ളിക്ക് CI ആവണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. ഡിഗ്രി കഴിഞ്ഞപ്പോൾ IBയുടെ ഒരു എക്സാമും ഒരു LDC എക്സാമും എഴുതിയായിരുന്നു. CI ആവണം എന്നാണ് പുള്ളിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. അത് മുമ്പേ പറഞ്ഞിരുന്നു, എനിക്ക് ഒരു CI ആവണം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.